റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് യൂബോൺ എന്ന കമ്പനിയുടെ ബ്ലൂടൂത്ത് ഇയർഫോൺ ആണ്. ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് യൂബോൺ MBT3518. ഇതിൽ ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് 4.1 ആണ്. ഫോണും ഇയർഫോണും തമ്മിലുള്ള റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ചാർജിങ് ടൈം വരുന്നത് 2 മണിക്കൂറാണ്. കണ്ടിന്യൂസ് മ്യൂസിക് കേൾക്കാനുള്ള ടൈം വരുന്നത് 4 മണിക്കൂറാണ്. ടോക്ക് ടൈം എന്ന് പറയുന്നത് 5 മണിക്കൂർ ആണ്. ഇതിൻ്റെ ഭാരം വരുന്നത് വെറും 20 ഗ്രാമാണ്. നല്ലൊരു കവറോട് കൂടി തന്നെയാണ് ഇത് വരുന്നത്. ഇതിൽ വരുന്നത് ചെറിയൊരു കവർ വരുന്നുണ്ട്. നമുക്ക് അതിൽ ഇയർഫോൺ ഇട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ കവർ തരുന്നത്. ഇതിനകത്ത് ചാർജിങ് കേബിളും 2 ഇയർബഡുകളാണ് ഉള്ളത്. ചാർജിങ് വരുന്നത് മൈക്രോ USB പിന്നാണ്. ഇയർബഡ് 2 ടൈപ്പിലുണ്ട്. നല്ലൊരു ഫിനിഷിങ് തന്നെ ഇതിനുണ്ട്. നല്ല രീതിയിലുള്ള കേബിളും നല്ല രീതിയിലുള്ള ഇയർഫോണുകളുമാണ്. ഇത് മാഗ്നറ്റിക് പവറോടുകൂടി തന്നെയാണ് വരുന്നത്. ഇതിൽ യൂബോൺ എന്ന പേരും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നടുക്ക് വരുന്നത് കോൾ അറ്റൻഡ് ചെയ്യാനോ ബട്ടണും വോളിയം കൂട്ടാനുള്ള പ്ലസും വോളിയം കുറയ്ക്കാനുള്ള മൈനസ് പോയിന്റുമാണ് ഇതിൽ വരുന്നത്. കൂടാതെ മൈക്ക് കൂടി ഇതിനകത്ത് ഇൻബിൽറ്റ് ഉണ്ട്. ഇത് ചാർജിങ് പോയിന്റിനുള്ള സ്ലോട്ടാണ്. മൈക്രോ USB ആണ് ചാർജിങ് പോയിന്റ്. ഇനി ഇത് എങ്ങനെയാണ് ഫോണിൽ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി ഇതിൻ്റെ നടുക്ക് കാണുന്ന ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അതിലൊരു ബ്ലൂ കളർ LED തെളിയുന്നത് കാണാം. അതിനുശേഷം നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആക്കുക. അപ്പോൾ സെർച്ചിൽ ഈ ഡിവൈസിൻ്റെ പേര് കാണിക്കുന്നതാണ്. അത് കണക്റ്റ് കൊടുക്കുക. ഇത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നതാണ്. ഇപ്പോൾ ഇത് കണക്റ്റായി. ഇനി ഇത് നമുക്കൊന്ന് കേട്ട് നോക്കാം. നമ്മുടെ കാതുകളിൽ ഇത് നല്ല ഫിറ്റായി ഇരിക്കുന്നുമുണ്ട്. നല്ലൊരു ക്വാളിറ്റി തന്നെയുണ്ട് ഈ ഇയർഫോണിന്. നല്ല രീതിയിലുള്ള ബേസും നല്ല രീതിയിലുള്ള ട്രിബിളും നല്ല രീതിയിലുള്ള മിഡ് ലെവലും ഇതിനുണ്ട്. ഈ വിലയിൽ നമുക്ക് ഇതൊരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് തരുന്നത്. ഇന്നത്തെ യൂബോൺ എന്ന കമ്പനിയുടെ ബ്ലൂടൂത്ത് ഇയർഫോണിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണും കൂടി അമർത്തുക. എന്നാലാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്.